കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തു പറ്റി അർജുൻ? അർജുൻ, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് കരുതി നമ്മൾ സന്തോഷിച്ചിരിക്കുക. പിന്നെന്താ നീ അകത്തേക്ക് വരാത്തെ? വാടാ. പറയ അർജുൻ, എന്താ പറ്റിയത്? എന്തിനാ ഇങ്ങനെ വീട്ടിലേക്ക് വരില്ല എന്ന് പറയുന്നു? നീ പൂജ ചെയ്ത നാഗദേവതയെ ഞാനും വിശ്വസിച്ചിരുന്നു. കൈയെടുത്ത് തൊഴുതിട്ട് പോലും ആ നാഗദേവത എന്നെ വെറുതെ വിട്ടില്ല. നമുക്ക് രക്ഷയായിട്ട് നിൽക്കുന്നവരാ നമ്മൾ ദൈവമെന്ന് വിളിക്കാറ്. അതിന്റെ അർത്ഥം പോലും അറിയാത്തവരെ എങ്ങനെയാ നമുക്ക് ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റുക? അതുകൊണ്ട് തന്നെയാ ആ നാഗദേവത എനിക്ക് ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തത്. നിങ്ങൾ ഇവിടെ പൂജ ചെയ്യുന്ന ശ്രീചക്രം ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിലോട്ട് കാലെടുത്ത് വെക്കില്ല, ഇങ്ങോട്ട് വരികയില്ല. ദൈവത്തിൽ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ആ നാഗദേവത നിന്നെ കൊല്ലണമെന്ന് വിചാരിച്ച പോലും ആ ദൈവത്തിന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാ നിനക്ക് മരണം സംഭവിക്കാതെ ഇപ്പോഴും ജീവനോടെ തന്നെ ഇരിക്കുന്നത്. അളിയ, കഷ്ടനഷ്ടങ്ങളൊക്കെ നമ്മുടെ തലയിലെടുത്തെന്ന് കരുതിയാൽ മതി. ഇത് ദൈവത്തിന്റെ വിധിയാണെന്ന് കരുതിയാൽ മതി. ഇപ്പോ അളിയൻ പറഞ്ഞ തലവര വരയ്ക്കുന്നത് ദൈവം തന്നെയല്ലേ? അപ്പോ നമുക്ക് തുണയായിരിക്കേണ്ട ദൈവം കഷ്ടനഷ്ടങ്ങളെയൊക്കെ തിരുത്തി എഴുതേണ്ടതല്ലേ? മോനെ അർജുൻ, നീ അറിഞ്ഞോ അറിയാതെയോ തെറ്റായിട്ടാ സംസാരിക്കുന്നത്. ദൈവത്തെ നിന്ദിക്കാൻ പാടില്ല മോനെ. നിങ്ങൾ പറയുന്നത് മാത്രം വിശ്വസിക്കാൻ ഞാനൊരു മണ്ടനൊന്നുമല്ല. നിങ്ങൾക്ക് അവരെ വിശ്വാസമാണെങ്കിൽ പൂജ ചെയ്യാൻ, കൈയെടുത്ത് തൊഴാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് ആ വിശ്വാസമില്ല. ദൈവം ഈ ലോകത്ത് തന്നെയില്ല. അർജുൻ, ഞാൻ പറയുന്നത് ഒന്ന് സമാധാനത്തോടെ കേക്ക് അർജുൻ. എന്താ ഞാൻ കേൾക്കേണ്ടത്? നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കണമായിരിക്കും അല്ലേ? പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കില്ല. എനിക്ക് വിശ്വാസമില്ല, വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. ശ്രീചക്രം ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ കാലുകുത്തില്ല. നിങ്ങൾക്ക് ആ ശ്രീചക്രമാണോ പ്രധാനം അതോ ഞാനാണോന്ന് നിങ്ങൾ തീരുമാനിക്കും. മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. ആ ശ്രീചക്രം എടുത്തു കളയാൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്ന. ഞാൻ ഇവിടുന്ന് പോവാം. വാശി പിടിക്കാതെ. എന്താ അളിയ ഇത്? അർജുൻ, വേണ്ട അർജുൻ, അങ്ങനെയൊന്നും പറയില്ലേ അർജുൻ. ഞാൻ ഇത്രമാത്രം കഷ്ടപ്പെട്ടത് നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കാൻ വേണ്ടിയല്ല അർജുൻ. നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ ശരിയാവാ? ആ ശ്രീചക്രം ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വീട്ടിനകത്തോട്ട് കാലെടുത്ത് വെക്കില്ല. അതെടുത്ത് കളയുമ്പോ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരാം. ശരി അളിയ, നിങ്ങളെക്കാളും മറ്റൊന്നും എനിക്ക് പ്രധാനമല്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ആ ശ്രീചക്രം വീട്ടിൽ നിന്നെടുത്ത് മാറ്റാൻ ഞാൻ. വെറുതെ പറഞ്ഞാ പോരാ, ആദ്യം പോയി ചെയ്ത് കാണിക്കാം. ഭവാൻ, മോനെ അർജുൻ, ഇവനെന്താ ഇങ്ങനെ? മോനെ ആദിത്യ, ആദിത്യ, ഭവാനി, 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 മോളെ ഭവാനി, മോളെ ഭവാനി. മോളെ ഭവാനി, ഭവാനി, മോളെ. എന്താ ഇങ്ങനെ നോക്കുന്നത് പ്രഭു? എന്റെ ആശയങ്ങൾ നിന്റെ കണ്ണുകളിൽ തെളിയുന്നുണ്ട്.
എന്തുപറ്റി? എന്നെ പൂജിക്കുന്ന ഭവാനിയുടെ കുടുംബത്തിലെ രക്ഷയായുള്ള ശ്രീചക്രം ഞാൻ എടുക്കാൻ പോകുകയാണ്. എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ആ കുടുംബത്തെ കാത്തുരക്ഷിക്കുന്നത് ആ ശ്രീചക്രമാണ്. അവരതെന്തിനാ എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ശ്രീചക്രത്തെ എടുക്കുക എന്ന് വെച്ചാൽ അതിന് മറ്റെന്തോ വലിയ കാരണമുണ്ടാ. നടക്കാൻ പാടില്ലാത്തതെന്തോ നടന്നിട്ടുണ്ട്. അതെന്താന്ന് അറിയണം. ഞാൻ കൊത്തിക്കൊന്ന അർജുൻ ഇപ്പോഴും ജീവനോടെയാണ് ഇരിക്കുന്നത്. ഇപ്പൊ നമുക്ക് മുന്നിലുള്ളത് ചെറിയൊരു കാര്യമല്ല, വലിയ ആപത്തായ കാലകാല വിഷം. നമ്മൾ കൊത്തിയാൽ പിന്നെ ജീവിതമേ ഉണ്ടാകില്ല. അതാ എനിക്ക് മനസ്സിലാവാത്തത് പ്രഭു. അവൻ എങ്ങനെയായിരിക്കും രക്ഷപ്പെട്ടത്? ശ്രീചക്രത്തിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. ഇനി മുതൽ എന്നെ തടയുന്നതും ബന്ധിക്കുന്നതും ആർക്കും സാധിക്കുകയില്ല. ഞാൻ കൊത്തിക്കൊന്നവൻ പിന്നെയും ജീവിക്കുന്നത് നടക്കാത്ത കാര്യം. എന്തോ അതിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. അർജുൻ, നീ പറഞ്ഞതുപോലെ ഈ ശ്രീചക്രം ഞാൻ വീടിന്റെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി മുതല് നീ പേടിക്കേണ്ടേയും വിഷമിക്കേണ്ടേയും ഒരാവശ്യമില്ല അർജുൻ. അങ്ങനെയല്ലേ? മോളെ ഭവാനി, ആ ശ്രീചക്രം നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും കൊണ്ടുവെക്കാൻ കഴിയില്ല. നല്ല പച്ചിലകളുള്ള മരത്തിന്റെ കീഴിൽ അതിനെ പൊതിഞ്ഞു വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിന് മുഴുവനും ആപത്താ. ശരി മുത്തശ്ശി. എന്താ നടന്നതെന്ന് ഉറപ്പായും അറിയണം പ്രഭു. വാ പോകാം. പോകാം.
അർജുൻ, നീ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു. ഇനി നീ ഒന്നും ഒന്നും പേടിക്കണ്ട. അകത്തേക്ക് വരൂ. അളിയ, വേറൊന്നും ആലോചിക്കണ്ട, പോകാം. വാ മോനെ, അകത്തേക്ക് പോവാം. വാ വാ. എന്താ മുത്തശ്ശി, ഒരിക്കലും ഇല്ലാത്ത പോലെ നായ എന്താ ഇങ്ങനെ കുരയ്ക്കുന്നത്? കൗസല്യ, ഇപ്പൊ അതൊക്കെ എന്തിനാ? വാ, അകത്തേക്ക് പോകാം. വരൂ. അളിയ, അകത്തേക്ക് പോവും. എന്താടാ, എന്തു പറ്റി? അച്ഛാ, അർജുമാമന്റെ കാൽപ്പാട് കറുത്താണല്ലോ ഇരിക്കുന്നേ. മാമൻ കാലെടുത്ത് നോക്കുമ്പോഴേ മാമന്റെ ഓരോ കാൽപാദവും ഭയങ്കര കറുപ്പായിട്ടാ കാണുന്നത്. ബുജി, അങ്ങനെ ഒരു കറുത്ത പാടുകൾ ഇവിടെ ഇല്ല. നീ എന്തെങ്ങനെ പിച്ചും മേയും പറഞ്ഞോണ്ടിരിക്കുന്ന ബുജി? ഇനി ഓരോ മണ്ടത്തരങ്ങൾ ഇങ്ങനെ വിളമ്പിയാലുണ്ടല്ലോ എന്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും. ഇതുകൊണ്ട് അതിനോട് ഗെയിം ഒന്നും കളിക്കരുതെന്ന് പറയുന്നേ. അർജുൻ മോനെ, അത് അവൻ എന്തെങ്കിലും തമാശക്ക് പറഞ്ഞതായിരിക്കും. നീ അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ടില്ല. അതെ അർജുൻ, അപ്പച്ചി അർജുനെ അന്വേഷിച്ചോണ്ടിരിക്കുക. ആദ്യം നമുക്ക് പോയി അപ്പച്ചി കണ്ടിട്ട് വരാം.
പോയതിനു ശേഷം നിനക്കെന്തോ ആപത്ത് സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ടാ അപ്പച്ചി ഈ അവസ്ഥയിലായത്. ഇപ്പൊ ഞാൻ ഇവരോടൊന്നും സംസാരിക്കാതെ ഇരുന്നാൽ അത് പിന്നെ എന്നോടുള്ള സംശയത്തിന് കാരണമായി തീരും. അമ്മ 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 ഞാനാ അർജുൻ. എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മ. അമ്മ എനിക്കൊന്നും പറ്റിയില്ല. അമ്മേ കണ്ണൂർന്നൊന്ന് നോക്ക്, ഞാൻ വന്നു. അമ്മേ അമ്മേ ഒരു തവണ കണ്ണൂർന്നൊന്ന് നോക്കമ്മേ. ഞാൻ അർജുന. അമ്മ ഒന്ന് നോക്കമ്മേ, എനിക്കമ്മേ. അമ്മേ 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 അമ്മ ഞാൻ വന്നു എന്ന് പറഞ്ഞില്ലേ, എനിക്കമ്മേ. നോക്കമ്മേ, കണ്ണൂർന്ന് നോക്കമ്മേ. അമ്മേ 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 എല്ലാരും എന്താ എന്നെങ്ങനെ ഒരുമാതിരി നോക്കുന്നേ? അല്ല അർജുൻ, അപ്പച്ചിക്ക് ഇങ്ങനെ സംഭവിച്ചത് അർജുൻ കാരണമാണെന്നും അതുകൊണ്ട് അർജുൻ വന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ തൊടുകയോ ചെയ്ത അപ്പച്ചി സുഖം പ്രാപിക്കുന്ന ആ സ്വാമിജി പറഞ്ഞത്. എന്നാ ഇപ്പൊ അർജുൻ സംസാരിച്ചിട്ടും അപ്പച്ചിയുടെ കയ്യിൽ പിടിച്ചിട്ട് പോലും അപ്പച്ചി എന്തുകൊണ്ടാ കണ്ണ് തുറക്കാതിരിക്കുന്നത്? അതേപോലെ അപ്പച്ചിക്ക് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ. അതുകൊണ്ടാ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. എന്താ അർജുൻ ഇത്? ആ സ്വാമിജി പറഞ്ഞതുപോലെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ലല്ലോ. അയാൾ പറയുന്നൊക്കെ നടക്കണമെന്ന് പറയാൻ നിർബന്ധമുണ്ടോ? അയാൾ ഞാൻ ചത്തുപോകുന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും പറ്റിയോ? ജീവനോടെ എപ്പോഴും ഉണ്ടല്ലോ. ഇതും അതുപോലെ തന്നെ. അയാൾ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെ അസുഖം വന്ന് കിടക്കുന്നവരെല്ലാം സംസാരം കൊണ്ടൊന്നും സുഖപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഡോക്ടറുടെയും വൈദ്യന്റെ ഒന്നും ഒരു ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഹോസ്പിറ്റലിന്റെ ആവശ്യമില്ല. അമ്മയ്ക്ക് പതുക്കെ സുഖപ്പെട്ടോളൂ. നിങ്ങളൊക്കെ വെറുതെ ടെൻഷനായിട്ട് എന്നെ കൂടെ ടെൻഷനാക്കാതെ. അർജുൻ അങ്ങനെയൊന്നും അല്ല അർജുൻ. പ്ലീസ് ഭവാനി, ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തോട്ടെ. എന്നെ ഒന്ന് തനിച്ചു വിടും ഭവാനി. അർജുൻ അർജുൻ മുത്തശ്ശി. ആ നാഗദേവത നിന്നെ കൊന്നുകളയെന്ന് ഞങ്ങൾ പേടിച്ചിരുന്നു. പക്ഷെ നിനക്കൊന്നും സംഭവിക്കാതെ നീ തിരികെ വന്നപ്പോ ഞങ്ങൾക്ക് എന്ത് സന്തോഷമായിന്നറിയോ? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് വിചാരിച്ചിട്ടാ അമ്മ അങ്ങനെ ആയത്. നിനക്കൊന്നും സംഭവിച്ചില്ലെന്നറിയുമ്പോ അമ്മ ഉറപ്പായിട്ടും കണ്ണു തുറക്കും. നീ എന്താ ഇങ്ങനെ തന്നെ നിൽക്കുന്നേ? എന്താ ഒന്നും സംസാരിക്കാത്ത? നിങ്ങളോട് ഞാനിപ്പോ എന്താ സംസാരിക്കണ്ടേ? എന്നോടെന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. എന്താ മോനെ അർജുൻ? ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ നിങ്ങൾ എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? എന്റെ അനിയനോട് എനിക്ക് സംസാരിക്കണം. നിങ്ങൾ ഇവിടുന്ന് പോ. ഞാൻ അയാളോട് വരാൻ പറഞ്ഞത്. അയാളെ പോകാൻ പറയാൻ നിങ്ങളാരാ?